സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്സിലെ ലാസ്റ്റ് 2 മെത്തേഡ്സ് ആണ് വെർണം സിഫർ ആൻഡ് വൺ ടൈം പാഡ്. അപ്പോൾ നമ്മളുടെ ക്രിപ്റ്റ് അനാലിസിസിന് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റും അതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവാണ് വെർണം സിഫർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്തത് AT&T എഞ്ചിനീയർ ഗിൽബർട്ട് വെർണം ഇൻ 1918. അപ്പോൾ ആൾ കണ്ടുപിടിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്ലെയിൻ ടെക്സ്റ്റ് എത്രയാണോ ലെങ്ത് ഉള്ളത് അതേ ലെങ്ത് ഉള്ള ഒരു കീവേഡ് ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് നോ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻഷിപ്പ് ടു ഇറ്റ്. അപ്പോൾ തമ്മിൽ പ്ലെയിൻ ടെക്സ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത എന്നാൽ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ അതേ ലെങ്ത് ഉള്ള ഒരു കീവേഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ക്രിപ്റ്റ് അനാലിസിസിനെ പ്രതിരോധിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്നാണ് വെർണം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇയാൾ ഡെവലപ്പ് ചെയ്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബൈനറി ഡാറ്റയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം വർക്ക്സ് ഓൺ ബൈനറി ഡാറ്റ റാദർ ദാൻ ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സിമ്പിൾ എക്സോർ ഓപ്പറേഷനാണ് എൻക്രിപ്ഷനിലും ഡീക്രിപ്ഷനിലും വരുന്നത്. System can be expressed as follows. CI equal to PI XOR KI. ഈ PI എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റിലെ ith ഡിജിറ്റ്, അതുപോലെ KI എന്ന് പറഞ്ഞാൽ നമ്മുടെ കീയിലെ ith ഡിജിറ്റ്. അപ്പോൾ ഈ ith ബിറ്റുകൾ രണ്ടെണ്ണം എടുക്കുക, XOR ചെയ്യുക, ദാറ്റ് ഈസ് ദ റിസൾട്ട് CI. CI എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഫർ ടെക്സ്റ്റിലെ ith ബിറ്റ്. അപ്പോൾ ഇതാണ് എൻക്രിപ്ഷൻ്റെ പ്രോസസ്സ്. പിന്നെ ഡീക്രിപ്ഷൻ്റെ കേസിലും ഇക്വേഷനും അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷനിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഈ CIയും PIയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താൽ ഡീക്രിപ്ഷൻ്റെ ഇക്വേഷനും കിട്ടും. അപ്പോൾ നമ്മൾ എക്സോറിൻ്റെ പ്രോപ്പർട്ടീസ് കൊണ്ട് തന്നെ നമുക്ക് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും സിമിലർ ഫോമിൽ തന്നെയായിരിക്കും എൻ്റെ കമ്പ്യൂട്ടേഷൻ നടക്കുക. അപ്പോൾ എൻ്റെ ഒരു ബ്ലോക്ക് റെപ്രസെൻറ്റേഷനാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ കീ സ്ട്രീം ജനറേറ്റർ. അപ്പോൾ കീ സ്ട്രീം ജനറേറ്ററിൻ്റെ പർപ്പസ് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ K എന്ന് പറഞ്ഞ എലമെൻറ്റ് ഏത് കീ സ്ട്രീമിൻ്റെ മെമ്പറാണോ ആ കീ സ്ട്രീം ജനറേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ റാൻഡം ജനറേറ്റർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അൽഗോരിതംസ് ഉപയോഗിക്കുക, അങ്ങനെ പല രീതിയിൽ നമുക്ക് കീ സ്ട്രീംസിനെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന ബിറ്റ് സ്ട്രീമാണ് ഈ KI ഉപയോഗിച്ച് റിപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. പ്ലെയിൻ ടെക്സ്റ്റിലെ ഓരോ എലമെൻറ്റിനെയാണ് PI ഉപയോഗിച്ച് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓരോ എലമെൻറ്റും എടുക്കുക, PA എടുക്കുക, KI എടുക്കുക, XOR ചെയ്യുക, റിസൾട്ട് വിൽ ബി ഈക്വൽ ടു CI. ഇതാണ് എൻക്രിപ്ഷൻ്റെ സൈഡ്. ഇനി ഡീക്രിപ്ഷൻ സൈഡിലെ ഡിഫറൻസ് എന്താണെന്ന് നോക്കിയേ. ഈ ഒരു കമ്പോണന്റ് ഇതുപോലെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. കീ സ്ട്രീം ജനറേറ്റർ ഉപയോഗിച്ച് കീ സ്ട്രീമിന് ജനറേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് KI ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി നമ്മളുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡീക്രിപ്ഷൻ ആയതുകൊണ്ട് സിഫർ ടെക്സ്റ്റ് ആയിരിക്കണം. അപ്പോൾ സിഫർ ടെക്സ്റ്റ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത CI ആണ് ഇവിടുത്തെ ഇൻപുട്ട്. അപ്പോൾ CIയും KIയും എടുക്കുക, XOR ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. So the ciphertext is generated by performing the bitwise XOR of the plain text and the key. Plain text എടുക്കുന്നു, key എടുക്കുന്നു, bitwise XOR ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ciphertext കിട്ടും. അപ്പോൾ XORൻ്റെ പ്രോപ്പർട്ടീസ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഡീക്രിപ്ഷനിലും വേറെ ഡിഫറൻസ് ഒന്നും കമ്പ്യൂട്ടേഷനിൽ വരാത്തത്. സിംപ്ലി സെയിം ബിറ്റ്വൈസ് ഓപ്പറേഷൻ മാത്രം നമ്മളതിലും ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ കണ്ട് നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മൾ പറഞ്ഞത് CI equal to PI XOR KI ആയിരുന്നു ഇൻ ദ കേസ് ഓഫ് എൻക്രിപ്ഷൻ. ഡീക്രിപ്ഷൻ്റെ കേസിലാകുമ്പം PI equal to CI XOR KI ആയിട്ട് മാറും. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കീ സ്ട്രീം എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സെക്യൂരിറ്റി. അപ്പോൾ വെർണം പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചാൽ ഒരു റണ്ണിങ് ലൂപ്പ് ഓഫ് ടേപ്പ് യൂസ് ചെയ്യുക, അതിൻ്റെ അകത്ത് അതിൽ നിന്ന് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കീ സ്ട്രീം ജനറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കീ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് ലെങ്ത് ഉള്ള ഒരു കീ ആയിരിക്കണം നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ആ ലെങ്തി ആയിട്ടുള്ള കീ ആണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പം എളുപ്പം ഒരു റിപ്പീറ്റഡ് കീവേഡിൻ്റെ എഫക്റ്റ് വരാത്ത രീതിയിലാണ് ഈ വെർണം സിഫറിലെ കീ സ്ട്രീം ജനറേഷൻ ആൾ ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് വൺ ടൈം പാഡ്. അപ്പോൾ ആർമി സിഗ്നൽ കോർപ്പ് ഓഫീസർ ജോസഫ് മൊബോൺ എന്ന് പറഞ്ഞ ആളാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വൺ ടൈം പാഡ് എന്ന് പറഞ്ഞ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. അത് ഈ വെർണം സിഫറിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് ആൾ ഈ സിസ്റ്റം പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ആളെ പ്രപ്പോസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ അതേ ലെങ്തുള്ള കീ യൂസ് ചെയ്യാനാണ് നമ്മൾ വെർണം സിഫറിൽ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടെ ആൾ പറഞ്ഞ വേരിയേഷൻ എന്താണെന്ന് പറഞ്ഞാൽ കീ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ അതേ ലെങ്ത് ഉള്ളത് തന്നെ, പക്ഷെ ഒരു റാൻഡം കീ യൂസ് ചെയ്യുക. So Mobon suggested that using a random key that is as long as the message so that the key need not be repeated. നമ്മൾ നേരത്തെ പറഞ്ഞ വിഗ്നർ സിഫറിലെ പോളി ആൽഫബറ്റിക് സിഫറിൻ്റെ ഒക്കെ കേസിൽ നമ്മളൊരു കീവേഡ് എടുത്ത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ലെങ്ത് ഒപ്പമാക്കി മാറ്റിയത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കി. നെക്സ്റ്റ് വെർണം സിഫർ വന്നപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ അതേ ലെങ്ത് ഉള്ള ഒരു കീ നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളത് ബൈനറിയിൽ മാത്രമേ നമുക്ക് വെർണം സിഫറിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. ഇനി വൺ ടൈം പാഡ് നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ അതേ ലെങ്ത് ഉള്ള കീ തന്നെ യൂസ് ചെയ്യുക, പക്ഷേ റാൻഡം കീ യൂസ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കീവേഡ് റെപ്പറ്റീഷൻ ഒന്നും വരുന്നില്ല. പിന്നെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കീ നമ്മൾ
ഒരു പർട്ടിക്കുലർ ഒറ്റ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യാനോ ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ആ കീ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റാൻഡം കീ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ഓരോ പുതിയ മെസ്സേജ് വരുമ്പോഴും നമുക്ക് ഓരോ പുതിയ കീ വേണം. ആ പുതിയ കീ എന്ന് പറഞ്ഞാൽ പുതിയ മെസ്സേജിന്റെ ലെങ്ത് എത്രയാണോ അതേ ലെങ്ത് ഉള്ള പുതിയ കീ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യണം. സോ ഈച്ച് ന്യൂ മെസ്സേജ് റിക്വയർസ് എ ന്യൂ കീ ഓഫ് ദ സെയിം ലെങ്ത് ആസ് എ ന്യൂ മെസ്സേജ്. അപ്പോൾ ഈ ഒരു സ്കീമിനെയാണ് നമ്മൾ വൺ ടൈം പാഡ് എന്ന് പറയുന്നത്. ഈ റാൻഡം കീ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് കൺസിഡേർഡ് അൺബ്രേക്കബിൾ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ സിഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റാൻഡം ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ ഉപയോഗിക്കുന്ന പ്ലെയിൻ ടെക്സ്റ്റിലെ എലമെന്റ്സുമായിട്ട് യാതൊരു റിലേഷനും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് റിലേഷനും ഇല്ലാത്ത സിഫർ ടെക്സ്റ്റ് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ജസ്റ്റ് ബിക്കോസ് നമ്മളവിടെ ഉപയോഗിക്കുന്ന കീ എന്താണ്, റാൻഡം കീ ആണ്, അതുകൊണ്ട്. സോ ദ സിഫർ ടെക്സ്റ്റ് കണ്ടെയ്ൻസ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിനെ പറ്റിയുള്ള യാതൊരു ഇൻഫർമേഷനും സിഫർ ടെക്സ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് നമ്മൾ വൺ ടൈം പാഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് വിഗ്നർ സ്കീമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോളി ആൽഫബറ്റിക് സിഫർ പഠിച്ചപ്പോൾ വിഗ്നർ സ്കീം എന്താണ്. അപ്പോൾ നമ്മൾ 26 എലമെന്റ്സ്, അതായത് A to Z ഉള്ള 26 എലമെന്റ്സ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് മാത്രമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇനി ഈ ഒരു സ്കീമിൽ നമ്മൾ 27 ക്യാരക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 27th ക്യാരക്ടറായിട്ട് നമ്മൾ സ്പേസിനെ കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ സിഫർ ടെക്സ്റ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ANKYOD എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു സിഫർ ടെക്സ്റ്റ് ആണ്. ഇനി ഈ സിഫർ ടെക്സ്റ്റിന് നമ്മൾ പല കീസ് ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ഓരോ ഓപ്ഷനാണ് താഴെ കാണുന്നത്. അതേ സിഫർ ടെക്സ്റ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കീ ആണ് ഈ കാണുന്നത്. ഇപ്പോൾ കീ അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സ്പേസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ സ്പേസ് ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സിഫർ ടെക്സ്റ്റിൻ്റെ അതേ ലെങ്ത് ഉള്ള ഒരു കീ നമ്മൾ യൂസ് ചെയ്തു. എന്നിട്ട് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കമ്പോണന്റ് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. മിസ്റ്റർ മസ്റ്റാർഡ് വിത്ത് ദ ക്യാൻഡിൽ സ്റ്റിക്ക് ഇൻ ദ ഹോൾ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പ്ലെയിൻ ടെക്സ്റ്റ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം, റീഡബിൾ ഫോമിലാണ്, അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വാലിഡ് ഡീക്രിപ്ഷൻ ആണെന്ന് നമുക്ക് കരുതാം. എന്നാൽ അതിൻ്റെ വേറൊരു ഓൾട്ടർനേറ്റ് ഡീക്രിപ്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതേ സിഫർ ടെക്സ്റ്റ് തന്നെ, പക്ഷേ കീ നമ്മൾ വേരി ചെയ്യുന്നു. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് കീ ഉപയോഗിച്ച് ഡീക്രിപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ പ്ലെയിൻ ടെക്സ്റ്റ് ആണ് മിസ് സ്കാർലറ്റ് വിത്ത് എ നൈഫ് ഇൻ ദ ലൈബ്രറി. അപ്പോൾ ഈ പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് വാലിഡ് ആണെന്ന് തന്നെ തോന്നും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് നമ്മളുടെ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് അതേ ലെങ്തുള്ള ഒരു സിഫർ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സിഫർ ടെക്സ്റ്റിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കീ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടി എന്തായാലും വരും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് രണ്ട് ഡിഫറെൻറ്റ് കീസ് യൂസ് ചെയ്തപ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ഓപ്ഷൻസ് കിട്ടി. സോ ആൻ എക്സോസ്റ്റീവ് സെർച്ച് ഓഫ് ഓൾ പോസിബിൾ കീസ് വുഡ് എൻഡ് അപ്പ് വിത്ത് മെനി ലെജിബിൾ പ്ലെയിൻ ടെക്സ്റ്റ് വിത്ത് നോ വേ ഓഫ് നോയിങ് വിച്ച് വാസ് ദ ഇന്റൻഡഡ് പ്ലെയിൻ ടെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് രണ്ട് കീ ഉപയോഗിച്ചപ്പോൾ തന്നെ രണ്ട് പ്ലെയിൻ ടെക്സ്റ്റുകൾ കിട്ടി. ഈ കൂടുതൽ കീസ് നമ്മൾ ട്രൈ ചെയ്താൽ ചിലപ്പം നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ആവാൻ ചാൻസ് അല്ല, വേറെ ഓപ്ഷൻസും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കീസ് ട്രൈ ചെയ്ത് നമ്മളെ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിലും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആവാൻ ചാൻസ് ഉള്ള ഒരു സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഏതാണ് നമ്മളുടെ ആക്ച്വൽ പ്ലെയിൻ ടെക്സ്റ്റ് എന്നുള്ളത് ക്രിപ്റ്റൻ ലിസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം അൺബ്രേക്കബിൾ ആണെന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റി ഓഫ് ദ വൺ ടൈം പാഡ് ഇസ് എൻറ്റയർലി ഡ്യൂ ടു ദ റാൻഡംനെസ് ഓഫ് ദ കീ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്ന ഈ റാൻഡം കീയുടെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സെക്യൂരിറ്റി ഇവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ അൺബ്രേക്കബിൾ ആണ് നമ്മൾ പറയാനുള്ള കാരണം. ഇനി ഇഫ് ദ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കീ ഈസ് ട്രൂലി റാൻഡം, then the stream of characters that constitute the ciphertext will be truly random. നമ്മൾ ഉപയോഗിക്കുന്ന കീ കംപ്ലീറ്റ്ലി റാൻഡം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സിഫർടെക്സ്റ്റും കംപ്ലീറ്റ്ലി റാൻഡം ആയിരിക്കും. അപ്പോൾ ക്രിപ്റ്റൻ ലിസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റുന്ന പാറ്റേൺസോ അല്ലോ റെഗുലാരിറ്റീസോ ഒന്നും നമുക്ക് സിഫർടെക്സ്റ്റിൽ നിന്ന് ആൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇറ്റ് ഓഫേഴ്സ് കംപ്ലീറ്റ് സെക്യൂരിറ്റി. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇഷ്യൂ ദ പ്രാക്ടിക്കൽ പ്രോബ്ലം ഓഫ് മേക്കിംഗ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് റാൻഡം കീസ്. അപ്പോൾ ഈ റാൻഡം കീ നമ്മൾ ഒരു മെസ്സേജിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളതാണ് പറഞ്ഞത്. ഒരു മെസ്സേജ് എൻക്രിപ്ഷന് വേണ്ടി ആ മെസ്സേജിന്റെ ലെങ്ത് ഉള്ള ഒരു റാൻഡം കീ ജനറേറ്റ് ചെയ്യുന്നു. അതെൻ്റെ എൻക്രിപ്ഷൻ ഡിക്രിപ്ഷൻ കഴിയുമ്പോൾ ആ കീ നമ്മൾ ഒഴിവാക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് വരുമ്പോൾ അതേ മെസ്സേജ് ലെങ്ത് ഉള്ള അടുത്ത റാൻഡം കീ നമ്മൾ ജനറേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ആ പ്രോസസ്സിങ് കഴിയുമ്പോൾ അതിനെ ഒഴിവാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റാൻഡം കീസ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. സോ എനി ഹെവിലി യൂസ് സിസ്റ്റം മൈറ്റ് റിക്വയർ മില്യൺസ് ഓഫ് റാൻഡം ക്യാരക്ടേഴ്സ് ഓൺ എ റെഗുലർ ബേസിസ്. അപ്പോൾ റാൻഡം ക്യാരക്ടേഴ്സ് ഉള്ള ഒരുപാട് കീസിനെ നമുക്ക് ഇപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എൻക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് കീസ് നമുക്ക് ആവശ്യം വരും. എന്ന് വെച്ചാൽ ഒരെണ്ണം നമ്മൾ റീയൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് റാൻഡം കീ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വിഷയമാണ്. അതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഈ സെക്കൻഡ് വൺ ആണ് പ്രോബ്ലം ഓഫ് കീ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ഓരോ മെസ്സേജും നമ്മൾ അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മെസ്സേജിൻ്റെ അതേ ലെങ്തുള്ള ഒരു കീ നമുക്ക് വേണം.
എന്ന് മാത്രമല്ല ഈ ആഡൊക്കെ കയ്യിൽ വേണം, സെൻഡറിൻ്റെ കയ്യിലും റിസീവറിൻ്റെ കയ്യിലും വേണം. അപ്പോൾ ഈ കൈ ഷെയർ ചെയ്യാന്ന് പറഞ്ഞൊരു ഇഷ്യൂ കൂടി വരുന്നുണ്ട്. അപ്പോൾ മെസ്സേജ് വലുതാണെങ്കിൽ അതേ ലെങ്തുള്ള റാൻഡം കീ ആയിരിക്കും. ഈ ലെങ്തി ആയിട്ടുള്ളൊരു റാൻഡം കീ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കീ ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് ഒന്നുകൂടി ബുദ്ധിമുട്ടല്ലെങ്കിൽ ഓവർ ഹെഡ് കൂട്ടും. അതാണ് എൻ്റെ സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ കീ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ. Because of these difficulties, one-time pad is of limited utility. So that's all of substitution methods. Thank you.